എല്ലാ പ്രയാസങ്ങളോടും മറികടന്ന് ഒരു പെൺകുട്ടി ഇത്ര ഗംഭീരമായി ജയിച്ചു വരിക എന്ന് പറയുന്നത് ആ കുട്ടിയുടെ മനസ്സിലെ തീയാണ് എനിക്ക് ബോധ്യമായൊരു കാര്യം. നസ്രിനെ പോലെയുള്ള പെൺകുട്ടികളുടെ പഠനം തീർച്ചയായിട്ടും ക്രിയയുടെ ഒരു പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്നാണ്. നമസ്കാരം, ചാനൽ 10 വാർത്തകളിലേക്ക് സ്വാഗതം. ഹയർ സെക്കൻഡറി പരീക്ഷയിൽ 1200-ൽ 1199 മാർക്ക് നേടി നാടിന്റെ അഭിമാനമായ ഫാത്തിമത്ത് നസ്രിന്റെ സിവിൽ സർവീസ് സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ പൂർണ്ണ പിന്തുണയുമായി നജീബ് കാന്തപുരം MLA. ചാനൽ 10 വാർത്ത ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് ഫാത്തിമത്ത് നസ്രിന്റെ വീട് MLA സന്ദർശിച്ചിരുന്നു. ഫാത്തിമത്ത് നസ്രിന്റെ സ്വപ്നങ്ങൾ പൂവണിയാൻ ക്രിയ വിദ്യാഭ്യാസ പദ്ധതിയിലൂടെ വഴിയൊരുക്കുമെന്നും എല്ലാ സഹായവും നൽകി ചേർത്ത് നിർത്തുമെന്നും MLA ചാനൽ 10 ന്യൂസിനോട് പറഞ്ഞു. പെരിന്തൽമണ്ണ എരവിമംഗലം സ്വദേശി അബ്ദുൾ ഹക്കീമിന്റെയും നാസിദയുടെയും മകളാണ് ഫാത്തിമത്ത് നസ്രീൻ. ഹയർ സെക്കൻഡറി പരീക്ഷയിലെ ഉന്നത വിജയത്തിലൂടെ നാടിന്റെ അഭിമാനമായി മാറിയ ഫാത്തിമത്ത് നസ്രീൻ എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളെയും തരണം ചെയ്ത് പഠനം നടത്തിയാണ് തിളക്കമാർന്ന നേട്ടം കൈവരിച്ചത്. നിശ്ചയദാർഢ്യത്തോടെ സാഹചര്യങ്ങളോട് പൊരുതി ഹയർ സെക്കൻഡറി പരീക്ഷയിൽ 1200-ൽ 1199 മാർക്ക് വാങ്ങിയ ഫാത്തിമത്ത് നസ്രിന്റെ നേട്ടം മറ്റുള്ളവർക്കും മാതൃകയാണ്. പ്രതികൂല സാഹചര്യങ്ങളോട് പൊരുതി ഉന്നത വിജയം നേടിയ ഫാത്തിമത്ത് നസ്രിനെ നജീബ് കാന്തപുരം MLA വീട്ടിൽ നേരിട്ടെത്തി അഭിനന്ദിച്ചു. ചാനൽ 10 വാർത്ത ശ്രദ്ധയിൽപ്പെട്ട MLA ഈ മിടുക്കിയുടെ സ്വപ്നങ്ങൾ പൂവണിയാൻ എല്ലാ സഹായവും നൽകുമെന്ന് ഉറപ്പു നൽകിയിരുന്നു. 3 സെന്റ് സ്ഥലത്തെ ചെറിയ വീട്ടിലാണ് നസ്രിനും കുടുംബവും താമസിക്കുന്നത്. ഫാത്തിമത്ത് നസ്രിനെ വീട്ടിലെത്തി കണ്ടിരുന്നുവെന്നും വളരെയേറെ പ്രയാസം അനുഭവിക്കുന്ന കുടുംബത്തിൽ നിന്നും പ്രതിസന്ധികളും പ്രയാസങ്ങളും മറികടന്ന് ഒരു പെൺകുട്ടി ഉന്നത വിജയം നേടിയത് അഭിമാനകരമാണെന്നും നജീബ് കാന്തപുരം MLA പറഞ്ഞു. വളരെ പ്രയാസമുള്ള ഒരു കുടുംബത്തിൽ നിന്ന്, വളരെ പ്രതിസന്ധികൾ നിറഞ്ഞൊരു വീട്ടിൽ നിന്ന് എല്ലാ പ്രയാസങ്ങളോടും മറികടന്ന് ഒരു പെൺകുട്ടി ഇത്ര ഗംഭീരമായി ജയിച്ചു വരിക എന്ന് പറയുന്നത് ആ കുട്ടിയുടെ മനസ്സിലെ തീയാണ് എനിക്ക് ബോധ്യമായൊരു കാര്യം. മാത്രമല്ല നേരത്തെ SSLCക്ക് ഫുൾ A+ ആയിരുന്നു. അത് കഴിഞ്ഞ് ആ കുട്ടി അവളുടെ തീരുമാനപ്രകാരം എല്ലാവരും സയൻസ് എടുക്കാൻ പറഞ്ഞപ്പോഴും അവർ ഹ്യൂമാനിറ്റീസ് എടുക്കാൻ തീരുമാനിച്ചത് തന്നെ സിവിൽ സർവീസാണ് തൻ്റെ സ്വപ്നമെന്ന് 10ാം ക്ലാസ്സുകാരി തിരിച്ചറിഞ്ഞപ്പോഴായിരുന്നു. അത് കഴിഞ്ഞ് അവൾക്ക് ഏറ്റവും പ്രാരാബ്ധമുള്ള കാര്യം, ബുദ്ധിമുട്ടുള്ള കാര്യം ഇംഗ്ലീഷ് ഭാഷയായിരുന്നു. അതിൽ പ്രത്യേകമായിട്ട് അവൾ ശ്രദ്ധിച്ചു. മാത്രമല്ല വളരെ ഗംഭീരമായി 1200-ൽ 1199 മാർക്കും നേടിയാണ് ഹ്യൂമാനിറ്റീസ് അവൾ നേടിയിരിക്കുന്നത്. ഇനി ഫാറൂഖ് കോളേജിൽ അഡ്മിഷൻ നേടണമെന്നും തുടർന്ന് അവളുടെ ഇഷ്ടം, അവളുടെ തീരുമാനം സിവിൽ സർവീസാണെന്നും അറിഞ്ഞപ്പോൾ തീർച്ചയായിട്ടും നസ്രിനെ ഞങ്ങൾ കൈകോർത്ത് നിർത്തേണ്ട പെൺകുട്ടിയാണ്, കൈപിടിച്ച് നിർത്തേണ്ട പെൺകുട്ടിയാണ് എന്ന് ബോധ്യമാവുകയുണ്ടായി. സിവിൽ സർവീസ് സ്വപ്നം കാണുന്ന ഫാത്തിമത്ത് നസ്രിനെ ചേർത്തു നിർത്തി ക്രിയ വിദ്യാഭ്യാസ പദ്ധതിയിലൂടെ എല്ലാ സഹായവും ഉറപ്പാക്കുമെന്നും MLA കൂട്ടിച്ചേർത്തു. ആനമങ്ങാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിയായ ഫാത്തിമത്ത് നസ്രിൻ ഹ്യൂമാനിറ്റീസിലാണ് തിളക്കമാർന്ന വിജയം കൈവരിച്ചത്. പെരിന്തൽമണ്ണ എരവിമംഗലം മണ്ണേങ്കഴായ തോട്ടശ്ശേരി വീട്ടിൽ അബ്ദുൾ ഹക്കീമിന്റെയും നാസിദയുടെയും മൂത്ത മകളാണ് ഫാത്തിമത്ത് നസ്രീൻ. പണമില്ലാത്തതിനാൽ തുടർ വിദ്യാഭ്യാസം മുടങ്ങുമോ എന്ന ആശങ്കയിലായിരുന്നു ഫാത്തിമത്ത് നസ്രിനും കുടുംബവും. എല്ലാവരുടെയും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിച്ചില്ലെങ്കിലും ചിലരോടെങ്കിലും നീതി പുലർത്താൻ സാധിച്ചാൽ അവരുടെ ജീവിതത്തിന് തുണയാകുമെന്ന് MLA പറഞ്ഞു. നസ്രിനെ പോലുള്ള പെൺകുട്ടികളുടെ പഠനം ഏറ്റെടുക്കുക എന്നത് ക്രിയയുടെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്നാണെന്നും MLA വ്യക്തമാക്കി. ഈ നിയോജകമണ്ഡലത്തിലെ നസ്രിനെ പോലെയുള്ള പെൺകുട്ടികളുടെ പഠനം തീർച്ചയായിട്ടും ക്രിയയുടെ ഒരു പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്നാണ്. ഒരുപക്ഷെ എല്ലാ കുട്ടികളെയും പഠിപ്പിക്കാനുള്ള സാമ്പത്തിക സൗകര്യം ഒരുക്കാൻ സാധിച്ചില്ലെങ്കിൽ പോലും ചിലരോടെങ്കിലും നീതി പുലർത്താൻ നമുക്ക് സാധിച്ചാൽ അത് അത്രയും പേരുടെ ജീവിതത്തിലേക്കുള്ള ഒരു രക്ഷയായിട്ടും തുണയായിട്ടും ഞാൻ കാണുകയാണ്. അതുകൊണ്ട് ഒരുപാട് കുട്ടികൾക്ക് വേണ്ടി ഞങ്ങൾ പ്രയത്നിക്കുന്നുണ്ട്, സാധിക്കുന്നതെല്ലാം ചെയ്യുന്നുണ്ട്. ഫാത്തിമത്ത് നസ്രിന്റെ സ്വപ്നം പൂവണിയാൻ ക്രിയാ പദ്ധതിയിലൂടെ ചേർത്ത് നിർത്തുകയാണ് നജീബ് കാന്തപുരം MLA. ചാനൽ 10 പെരിന്തൽമണ്ണ. ജീവന്റെ തുടിപ്പ് നിലനിർത്തും സുരക്ഷിത കരങ്ങളിലൂടെ BKCC ഹെർട്ട് ഹോസ്പിറ്റൽ, മാനത്തുമംഗലം, ഊട്ടി റോഡ്, പെരിന്തൽമണ്ണ.